വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും. എറണാകുളം ജില്ലയിലെ കോതമംഗലം കാവളങ്ങാട് പഞ്ചായത്തിൽ ക്രൈസ്തവ പള്ളികൾക്കും രൂപക്കൂടുകൾക്കുമെതിരെ നിരന്തരമായി ആക്രമണം നടക്കുന്നു. പള്ളികൾക്ക് നേരെ കല്ലെറിഞ്ഞും രൂപക്കൂടുകൾ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതുമാണ് ഈ ഭാഗങ്ങളിൽ നടക്കുന്ന ആക്രമണം. ഇത്തരത്തിൽ കാവളങ്ങാട് പഞ്ചായത്തിലെ പുലിയൻപാറ, ഊന്നുകൽ, അള്ളുങ്കൽ ഭാഗത്തെ പള്ളികൾക്കും രൂപക്കൂടുകൾക്കുമെതിരെയാണ് ആക്രമണം നടക്കുന്നത്. വ്യത്യസ്ത ദിവസങ്ങളിലായാണ് ഈ ആക്രമണങ്ങളെല്ലാം നടന്നത്. ഇത്തരത്തിൽ പള്ളികൾക്കും രൂപക്കൂടുകൾക്കുമെതിരെ ആക്രമണം പതിവായതോടെ പള്ളി കമ്മിറ്റികൾ പോലീസിന് പരാതി നൽകുകയും ചെയ്തു. പള്ളികൾക്കും രൂപക്കൂടുകൾക്കും നിരന്തരം ആക്രമണം നടത്തുന്ന ബിരുദനെ പിടികൂടാൻ തന്നെ പോലീസും തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമായി പ്രതിയെ പിടികൂടാൻ പോലീസിന്റെ പ്രത്യേക സംഘം പല സ്ഥലങ്ങളിൽ ക്യാമ്പ് ചെയ്യാൻ തുടങ്ങി. പല ദിവസങ്ങളിലും പോലീസ് ക്യാമ്പ് ചെയ്തെങ്കിലും പ്രതി പോലീസിന്റെ വലയിൽ വീണില്ല. ഒടുവിൽ പ്രതി കഴിഞ്ഞ ദിവസം പോലീസിന്റെ ഈ പ്രത്യേക സംഘത്തിന്റെ വലയിലാവുകയും ചെയ്തു. നേര്യമംഗലം അള്ളുങ്കൽ കളൈപ്പുരയ്ക്കൽ സിജോ എന്ന മനോജാണ് ഈ കേസിലെ പ്രതി. ഇയാളാണ് കാവളങ്ങാട് പഞ്ചായത്തിലെ നിരവധി പള്ളികൾക്കും രൂപക്കൂടുകൾക്കുമെതിരെ നിരന്തരമായി ആക്രമണം നടത്തിയ ആൾ. 40 വയസ്സുള്ള ഇയാൾക്ക് മാനസികാസ്വാസ്ഥ്യമുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഇയാൾ തനിച്ചാണ് ആക്രമണം നടത്തിയത് എന്നാണ് പോലീസിന്റെ നിഗമനം. പ്രതിയെ പിടികൂടിയതോടെ ആശ്വാസത്തിലാണ് ഇപ്പോൾ പള്ളി കമ്മിറ്റികൾ. അതേസമയം മൂവാറ്റുപുഴ ഡിവൈഎസ്പി PS മുഹമ്മദ് റിയാസ്, ഇൻസ്പെക്ടർ KG ഋഷികേശൻ നായർ, ASIമാരായ MS ജയൻ, മനാഫ്, CPOമാരായ നിയാസുദ്ദീൻ, ഷനീൽ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ഈ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഏതായാലും നാട്ടുകാരുടെ ഉറക്കം കെടുത്തിയ ഈ പ്രതിയെ പിടിച്ചതിന്റെ ആശ്വാസത്തിലാണ് നാട്ടുകാരും പള്ളി കമ്മിറ്റികളും. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.